അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു, അങ്ങ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ചില ഉദ്യോഗസ്ഥന്മാര് എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ട് അവർ എന്നോട് പറഞ്ഞു, സാർ നമുക്ക് ഇവിടെ നിന്ന് പുറകിൽ കൂടി അങ്ങ് പോകാം. എവിടെ? ഹെഡ്ക്വാർട്ടേഴ്സിൽ നേരെ പോയി ഇറങ്ങിയ എന്നെ പുറകിൽ കൂടി പോകാമെന്ന് പറഞ്ഞ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പുറകിൽ കൂടി പോകാൻ വേണ്ടി വന്നവനല്ല, ഞാൻ മുൻപിൽ കൂടി വന്നു, മുൻപിൽ കൂടി തന്നെ ഇറങ്ങിപ്പോയി അവിടെ നിൽക്കുന്ന ചാനൽ സുഹൃത്തുക്കളെ കണ്ട് മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് പേടിക്കാൻ വല്ലതുണ്ടോ? ആകെയുള്ളത് എന്താ? എൻ്റെ കൂടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഇന്ന് സത്യം പറഞ്ഞ കണ്ണൂക്കാർ എത്ര പേര് എൻ്റെ കൂടെ നിന്ന് പടം എടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അവരാരൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. വരുന്ന വഴിക്ക് പടമെടുക്കണമെന്ന് പറയും, ഞാൻ നിന്നു കൊടുക്കും, പടമെടുത്തു എന്ന് പറഞ്ഞതുപോലെ പടമെടുത്തു. ആ പടമെടുത്ത കൂട്ടത്തിൽ ആണ് ഇപ്പോ ഞാൻ നിൽക്കുന്നത്. അപ്പൊ പിന്നെ പടമുള്ള എല്ലാവരും വരണമല്ലോ. എവിടെ SITയുടെ മുമ്പിൽ വരണ്ടേ? അടൂർ പ്രകാശ് മാത്രം പോയാൽ മതിയോ? പടമെടുത്ത കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആ പടമെടുത്ത കൂട്ടത്തിൽ, ആ ചിത്രത്തിലുണ്ട്. ഞാന് അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പുറകിൽ കൂടിയുള്ള വഴി കാണിച്ചു തന്നല്ലോ. ഞാൻ പുറകിൽ കൂടിയല്ല പോകുന്ന, നേരെയുള്ള വഴിയെ പോകും. മറ്റേ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഈ പുറകിൽ കൂടിയുള്ള വഴി ഒന്ന് കാണിച്ചു കൊടുത്തേക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇത് പറയാൻ കാരണമുണ്ട്. അദ്ദേഹം ചെയ്ത് ഇപ്പോ SITയുടെ അന്വേഷണം നടത്തുവാൻ ഒരു 2-3 പേരെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. ആരാണെന്നറിയോ? CPMന്റെ സഖാക്കന്മാർ, CPMന്റെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളായിട്ടുള്ള 2 പേരെ അവിടെ വെച്ചിരിക്കുകയാണ്. അവരാണ് ഇതൊക്കെ കൊടുക്കുന്നത്, വാർത്ത കൊടുക്കുന്നത്. അവരാണ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുത്തി ചോദ്യം ചെയ്തു എന്ന് പറയുന്നത്. എന്നെ ഒരുത്തരും ചോദ്യം ചെയ്തിട്ടില്ല. എന്നോടുള്ള കാര്യങ്ങൾ ചോദിച്ചു, മറുപടി പറഞ്ഞു, ഞാൻ പോന്നു. ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പലയിടത്തും ചെല്ലുമ്പോൾ ഇന്നലെ വരെയും അറസ്റ്റ് വരിച്ച് അകത്ത് കിടന്ന ഒരാളാണല്ലോ ഇവിടെ വരുന്നത് എന്നൊരു തെറ്റായ ധാരണ നിങ്ങളുടെയൊക്കെ മുമ്പിലുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, അടൂർ പ്രകാശിനെ അങ്ങനൊന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളിടത്ത് നമ്മൾ നോക്കും. ഇവിടെ ശ്രീ K. സുധാകരനും മറ്റും ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പ് ഞാൻ വെല്ലുവിളിക്കുകയല്ല, അദ്ദേഹം പല ആളുകളെയും വെല്ലുവിളിക്കുന്നത് കേട്ടുകൊണ്ട് അതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മളൊക്കെ അടക്കുന്ന ആളുകളാണ്. അതാണ് രാജാവ്. അപ്പൊ ഈ രാജാവിനെ കണ്ടുകൊണ്ടാണ് പ്രജകളായ ഞങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ ഓഖി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേരളത്തിലുണ്ടായത്. അന്ന് ഓഖി നടന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. എവിടെയാണെന്നറിയോ? തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങി വസിക്കുന്ന ഇടങ്ങളിലേക്ക് പോയി.
ഞാൻ സംസാരിച്ചു വന്നപ്പോൾ അപ്പുറത്തെ ദേവാലയത്തിൽ വാങ്കുവിളി കേട്ടപ്പോൾ ഞാൻ പ്രസംഗം നിർത്തി. നമ്മുടെ സംസ്കാരം അതാണ്. നാനാജാതി മതത്തിൽപ്പെട്ടവരെ ഒത്തൊരുമയോടുകൂടി കണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സംസ്കാരമാണ് കോൺഗ്രസിനുള്ളത്, നമുക്കുള്ളത്, UDF-നുള്ളത്. അതാണ്, ആ സംസ്കാരമാണ് നമ്മൾ വെച്ചു പുലർത്തിക്കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓക്കി നടന്ന സംഭവത്തെക്കുറിച്ചാണ്. ഓക്കി വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ തിങ്ങി വസിക്കുന്ന സ്ഥലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഓക്കി നടന്ന സംഭവം നടന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ പോയി. ആ സന്ദർശനം നടക്കുമ്പോൾ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വളഞ്ഞു. അദ്ദേഹം പോയ 1-ാം നമ്പർ കാർ അവിടെ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ സഹപ്രവർത്തകനായ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കാറ് തൊട്ട് അപ്പുറത്ത് മാറി കിടപ്പുണ്ട്. ആ കാറിൽ പോയി കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ നട്ടല് നിവർത്തി പറയുവാനുള്ള തന്റെ ഇടമോ ഇല്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒളിച്ചോടി പോരേണ്ടി വന്ന ആ ചിന്ത എപ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിയായി. ഞങ്ങളുടെ ഭരണകാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2011 എന്നെ ആരോഗ്യ വകുപ്പിന്റെ ചുമതല ആദ്യം ഏൽപ്പിച്ചു തന്നു. അന്ന് ആരോഗ്യ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചു തന്നപ്പോൾ അന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് 2 ദിവസം മുമ്പ് ഏതാണ്ട് ഒരു 12 മണിയോ 12:30 മണിയോ ആയി ഉമ്മൻചാണ്ടി എന്നെ ഫോണിൽ വിളിക്കുന്നു. വിളിച്ച് എന്നോട് ചോദിച്ചു, താൻ ഉറങ്ങിപ്പോയോ എന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഉടന്നു എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുകയാണ്, ഉറങ്ങിപ്പോയോ എന്ന്. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏവർക്കും അറിയാം, രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. എന്നെ വിളിച്ച് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വിളിച്ചു വരുത്തി. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു,
കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് 5 മെഡിക്കൽ കോളേജാണ്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് ആലപ്പുഴ, മറ്റൊന്ന് കോട്ടയം, പിന്നീടുള്ളത് തൃശ്ശൂര്, പിന്നെ കോഴിക്കോട്. ഈ 5 മെഡിക്കൽ കോളേജ് മാത്രമാണുള്ളത്. നമ്മുടെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾക്ക്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ല തെരഞ്ഞെടുത്തുകൊണ്ട് വരുന്ന ബഡ്ജറ്റിൽ നമുക്കൊരു 3 മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ അവസരം ഉണ്ടാകണം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇടുക്കി പിന്നോക്കാവസ്ഥയിലുള്ള ജില്ല, മലപ്പുറം, കാസർഗോഡ്. ഞാൻ ആ കൂട്ടത്തിൽ എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം കൂടി ഞാൻ പറഞ്ഞു, ശബരിമലയും മറ്റും കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് പത്തനംതിട്ടയിൽ കൂടി ഒരു മെഡിക്കൽ കോളേജ് വേണം. അങ്ങനെ 4 മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ അന്നത്തെ ബഡ്ജറ്റിൽ അവസരമൊരുക്കി. ആ ബഡ്ജറ്റിൽ അവസരമൊരുക്കി ഞങ്ങൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി, കാര്യങ്ങൾ ചെയ്തു. 2011-ൽ 12 ആയപ്പോൾ എന്നോട് പറഞ്ഞു, താൻ ഇനിയും ചുമതല നോക്കേണ്ടത് റവന്യൂ വകുപ്പിന്റെ ചുമതല നോക്കണം എന്ന് പറഞ്ഞ് എന്നെ ആരോഗ്യ വകുപ്പിൽ നിന്ന് മാറ്റി റവന്യൂ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചു. അപ്പോഴും ഞാൻ തുടക്കം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിതാന്തമായ ശ്രമവും പ്രവർത്തനങ്ങളുമായി പോയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മലപ്പുറത്ത് മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. കോന്നി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ നിയോജകമണ്ഡലമായിരുന്നു. ഇടുക്കിയിൽ ആരംഭിച്ചു. അപ്പൊ കോന്നിയിൽ കെട്ടിടം പണി എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി വന്നത് ആരാന്നറിയോ? ശൈലജ. ഈ ശൈലജ ടീച്ചറിന്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, ടീച്ചറെ നിങ്ങളൊന്ന് സഹായിക്കണം, അവിടെ കോളേജ് ഒന്ന് ആരംഭിക്കണം, 50 കുട്ടികൾക്ക് നമുക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാം. ആ 50 കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറയുകയാണ്, കൈ ഇങ്ങനെ വലത്തിയിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ പാർട്ടിക്കാർ സമ്മതിക്കണം. എന്നിട്ട് അവർ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ദാ അങ്ങേ അറ്റത്തിരിക്കുന്ന ആളിനെ പോയി കാണാൻ. ആരാന്നറിയോ? അങ്ങേ അറ്റത്തിരിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഞാൻ പിണറായി വിജയന്റെ അടുത്ത് പോയി, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഇപ്പൊ ഇവിടെ വരും, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നേരെ ഇവിടെ വരും. പിണറായി വിജയനോട് ഞാൻ സംസാരിച്ചു. 50 കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആ സൗകര്യങ്ങൾ ഒരുക്കിയ മെഡിക്കൽ കോളേജ് നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. അദ്ദേഹം കേട്ട ഭാവം നടിച്ചില്ല. എന്താ, കാറ്റടിച്ചാൽ പാറ കുലുങ്ങോ എന്നൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ ഒറ്റ ഇരിപ്പാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഒന്നും മിണ്ടിയില്ല. പിന്നീട് എത്രയോ നാളുകൾ കഴിഞ്ഞു അവിടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുവാൻ. കേരളത്തിന്റെ ആരോഗ്യ രംഗമാകെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന് എതിരെയുള്ള ശബ്ദം നമ്മൾക്ക് ഉയർത്താതിരിക്കാൻ പറ്റില്ല. ഈ സർക്കാരിന്റെ എതിരെയുള്ള ശബ്ദം അത് ആരോഗ്യ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നമുക്ക് ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് പുതിയ ഒരു യുഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. പ്രവർത്തിക്കുക മാത്രമല്ല, അധ്വാനം നടത്തണം. ആ അധ്വാനത്തിലൂടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തിൽ കഴിയുമ്പോൾ നമുക്ക് UDF-ന് 100 സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ഒരുക്കിയെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥനകളും ആവശ്യമാണ്. പ്രാർത്ഥനകൾ വേണ്ട എന്ന് പറയുന്നവരല്ല നമ്മൾ.
എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് UDF അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ പ്രിയങ്കരനായ, നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. നമ്മളോട് സംസാരിക്കാൻ വേണ്ടി KPCCയുടെ ഉപാധ്യക്ഷ, നമ്മുടെ ജില്ലയുടെ ചാർജുള്ള ശ്രീ രമ്യ ഹരിദാസ് ഇവിടെയുണ്ട്. അവർ സംസാരിക്കുന്നതിന് മുമ്പ് ഒരാശംസ അർപ്പിക്കാൻ BRM ഷഫീർ അവരുടെ ആദരവോട് ക്ഷണിക്കുന്നു. ബഹുമാനരെ, ഞാനൊരു പ്രസംഗം നടത്തുന്നില്ല. നമ്മുടെ നായകൻ കടന്നു വരികയാണ്. ഈ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ച് കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വയനാട്ടിലേക്ക് കടക്കുകയാണ്. എന്തിനാണ് യാത്ര എന്ന് രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെ ഓരോരുത്തരും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ യാത്ര കടന്നു പോകുമ്പോൾ പേരാവൂരിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പറയുന്നു, UDF പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണി പറയുന്നു, 100-ൽ കൂടുതൽ സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. നിങ്ങൾ എഴുതി വെച്ചോളൂ. രക്തസാക്ഷികളുടെ ഫണ്ട് തന്നെ വെട്ടിക്കൊണ്ടു പോകുന്ന CPM, രക്തസാക്ഷിയുടെ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് അവന്റെ പേരിൽ പിരിച്ചെടുത്ത പണം പോലും വെട്ടിക്കൊണ്ടുപോയ മാർക്സിസ്റ്റ്, നിന്റെ രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിലെ അയ്യനയ്യപ്പ സ്വാമി, കാനനവാസൻ, പമ്പാവാസൻ, ആ ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിനെ തട്ടിക്കൊണ്ടുപോയ സഖാക്കളെ, ശബരിമല അയ്യപ്പന്റെ കട്ടളപ്പാടികൾ കട്ടുകൊണ്ടുപോയ വാസുവേ, ശബരിമല അയ്യപ്പന്റെ വാതിലുകൾ പൊളിച്ചു കൊണ്ടുപോയ സഖാക്കളെ, ശബരിമല അയ്യപ്പന്റെ ദശാവതാരങ്ങൾ എടുത്തുകൊണ്ടുപോയ സഖാക്കളെ, ശബരിമല അയ്യപ്പന്റെ നിങ്ങൾക്കറിയാം പ്രഭാവലയം, അദ്ദേഹത്തിന്റെ ശിരസിന്റെ പുറകിലിരിക്കുന്ന പ്രഭാവലയം 2 എണ്ണം അത് കട്ടെടുത്തു കൊണ്ടുപോയ സഖാക്കളെ, ശബരിമല അയ്യപ്പന്റെ കൊടിമരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന 16-ൽ പരം വരുന്ന സ്വർണത്തിന്റെ ആലിലകൾ മോട്ടിച്ചു കൊണ്ടുപോയ മുരാരി ബാബുവിന്റെ കമ്മ്യൂണിസ്റ്റുകളെ, നിങ്ങൾ ഒരു കാര്യം എഴുതി വെച്ചോ. നിങ്ങൾ തൊട്ടത് അയ്യനയ്യപ്പ സ്വാമിയാണ്. നിങ്ങൾ തൊട്ടതെങ്കിൽ ഞങ്ങൾ പറയുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ മാണിക്യക്കല്ലായ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട ഈ പറയപ്പെടുന്ന സഖാക്കന്മാർ, അവരുടെ കുടുംബ പരമ്പരകൾ, അവരുടെ രാഷ്ട്രീയ പരമ്പരകളെല്ലാം കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ മുമ്പിൽ തകർന്നു തരിപ്പണമാകുന്ന കാലം വിദൂരമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്? ഇവിടെ വികസന സന്ദേശ ഈ പുതുയുഗ യാത്രയുമായിട്ട് കടന്നു വരുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, എത്ര സീറ്റ് ജയിക്കും? ചില സഖാക്കന്മാർ കൈരളി TV ഒക്കെ ചോദിച്ചു, എത്ര ജയിക്കും? അദ്ദേഹം ഉത്തരം പറഞ്ഞു, നിങ്ങൾക്കറിയാം 6-ൽ 4 കോർപ്പറേഷനുകൾ നമ്മൾ പിടിച്ചെടുക്കും, കൂടുതൽ മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കും, ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കും, ജില്ലാ ഡിവിഷനുകൾ 3-ൽ 2 ജില്ലാ ഡിവിഷനുകൾ പിടിച്ചെടുക്കും. ഇപ്പോഴെന്തായി? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം ജനങ്ങൾക്കിടയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കറിയോ എന്തെല്ലാം കട്ടുകൊണ്ടുപോയി സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും. നിങ്ങളുടെ ഇരിട്ടി ടൗണിലൊക്കെ ലോട്ടറി വിറ്റുകൊണ്ട് നടക്കുന്ന പാവങ്ങളുണ്ട്, ലോട്ടറി പാവങ്ങൾ, ആ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന പാവങ്ങൾ. അവരുടെ ക്ഷേമനിധിയിൽ നിന്നും 14.57 കോടി രൂപ കട്ടെടുത്ത സഖാക്കൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കറിയോ 1,75,000-ൽ പരം വരുന്ന 10 കണക്കിന് അരി മോട്ടിച്ചു കൊണ്ടുപോയ സഖാക്കൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതാ നിങ്ങളേവരും പ്രതീക്ഷിക്കുന്ന നമ്മുടെ ജനകീയ നായകൻ, കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷത്തിന്റെ അമരക്കാരൻ ഇതാ കടന്നു വരുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കാണുവാൻ, നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുവാൻ അദ്ദേഹം കടന്നു വന്ന വഴികളിൽ കിട്ടിയെടുത്ത സാരാംശങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജാഥയായ
പുതിയുഗ യാത്രയും നയിച്ചുകൊണ്ടിതാ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യ നിങ്ങളുടെ MLA കേരളത്തിലെ കോൺഗ്രസിന്റെ അമരക്കാരൻ KPCCയുടെ സമാദരണീയനായ അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലൊരു പുതിയുഗ പിറവിയുടെ തുടക്കം കുറിക്കുവാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിയുടെ കരാള ഹസ്തത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുവാൻ ഇതാ പുതിയുഗ യാത്രയുമായി ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നായകൻ, ജനപക്ഷ നായകൻ, പ്രിയങ്കരനായ ശ്രീ VD സതീശൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്കറിയാം, നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്ന വാക്കുകൾക്ക് വിലയുള്ള ഒരു വാക്ക് പോലും പിന്നീട് മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്ത കണക്കുകളും കാര്യങ്ങളും കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ത്രസിപ്പിച്ചു നിർത്തുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ നായകനിത, കേരളത്തിലെ പ്രതിപക്ഷ നായകനിത, കേരളത്തിലെ KPCC അധ്യക്ഷനോടൊപ്പം ഇതാ ഇരിട്ടിയിലെ വലിയ ജനസഹസ്രങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംവദിക്കുവാൻ വേണ്ടി ഈ വേദിയിലേക്ക് 100 കണക്കിന് വരുന്ന പ്രവർത്തകന്മാരുടെ അകമ്പടിയോടെ ഒരു തിരമാലയുടെ ആരവത്തോടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ ഓരോരുത്തരും സ്വയം വോളണ്ടിയർമാരായി സേവാദൾ വോളണ്ടിയർമാരോടൊപ്പം അദ്ദേഹത്തിന് വഴിയൊരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാ കടന്നു വരുന്നു കേരളത്തിലെ യുവതയുടെ പ്രതീക്ഷയായ, കേരളത്തിലെ തൊഴിലാളികളുടെ പ്രതീക്ഷയായ, കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതീക്ഷയായ, കർഷകരുടെയും കർഷക തൊഴിലാളിയുടെയും മണ്ണിൽ പണിയെടുക്കുന്നവരുടെയും അധ്വാനിക്കുന്നവരുടെയും പ്രതീക്ഷയായ കേരളത്തിന്റെ പ്രതിപക്ഷ നായകൻ ശ്രീ VD സതീശനിത പ്രതിപക്ഷത്തിലെ സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ അവരുടെ തോളിലേറി കേരളത്തിന്റെ വികസനവും സ്വപ്നങ്ങളുമായി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ആയിരങ്ങളുടെ ആവേശത്തിന്റെ തിരമാലകൾ സ്വീകരിച്ചുകൊണ്ട് ഇതാ നമ്മുടെ നായകൻ, കേരളത്തിന്റെ ജനപക്ഷ നായകൻ, പ്രതിപക്ഷ നായകൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്കേവർക്കും അഭിവാദ്യങ്ങൾ. അദ്ദേഹത്തെ തറയിലിറക്കണം. കേരളത്തിലെ ബഹുമാന്യ പ്രതിപക്ഷ നേതാവിനെ ഇതാ ആരവത്തോടെ വേദിയിൽ എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വഴിമാറുന്നു. മാറിക്കൊടുക്ക്. അദ്ദേഹം ആളുകളെ അഭിവാദ്യം ചെയ്യട്ടെ. മാറിക്കൊടുക്ക്. കൈവീശട്ടെ. ആളുകളെ മാറ്റിക്കൊടുത്താലല്ലേ കൈവീശാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ ബഹുമാന്യ പ്രതിപക്ഷ നേതാവിന് പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വഴിയൊരുക്ക്. കേരളത്തിലെ ബഹുമാനായ KPCCയുടെ മുൻ അധ്യക്ഷൻ ശ്രീ K സുധാകരേട്ടനോടൊപ്പം സ്നേഹം പങ്കുവച്ചുകൊണ്ട് ഐക്യത്തിന്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ സണ്ണി ജോസഫ് MLA ഇതാ ഈ വേദിയിൽ നിങ്ങൾ ഓരോരുത്തരെയും കാണുവാൻ പുതിയുഗ യാത്രയുടെ നായകനെത്തിയിരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ഈ പ്രവർത്തകന്മാരെല്ലാം പുറത്തിറങ്ങ് പ്ലീസ്. ഓരോ പ്രവർത്തകന്മാർ പുറത്തിറങ്ങ് പ്ലീസ്. UDFന്റെ പ്രവർത്തകന്മാർ സ്റ്റേജും വന്ന് പുറത്തേക്കിറങ്ങണം. പ്രിയപ്പെട്ടവരെ, മഹത്തായ നല്ല പരിപാടിയാണ്. ആ പരിപാടി അലങ്കോലമാക്കരുന്ന ഒരു രീതിയിലേക്ക് വരരുത്. പ്രവർത്തകന്മാർ താഴെ ഇറങ്ങണം. ഈ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാസർഗോഡിന്റെ പ്രിയപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്ന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ മുദ്രാവാക്യം നിർത്തണം. നിതിൻ, മുദ്രാവാക്യം അവസാനിപ്പിക്കണം. പ്രിയമുള്ളവരെ, നമ്മളേവരും മണിക്കൂറുകളായി പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കഴിഞ്ഞ 5 വർഷക്കാലവും പിണറായി വിജയനോടും മാർക്സിസ്റ്റ് പാർട്ടിയോടും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ആത്മവിശ്വാസവും ആവേശവും പകർന്നു നൽകിയ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
ഒരുപാട് നേതാക്കന്മാർ വേദിയിലുണ്ട്. ശ്രീ രമ്യ ഹരിദാസ് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ നേതാവ് ശ്രീ എന്നെ നെല്ലിക്കുന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ അദ്ദേഹം നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. UDFന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്ന ആളാണ്. ഒരുപാട് ജാഥകൾക്കും ഒരുപാട് പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിച്ച നാടാണ് കാസർഗോഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയങ്കരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കേരളത്തെ രക്ഷിക്കാനുള്ള, കേരളത്തെ വീണ്ടെടുക്കാനുള്ള ജാഥ 6-ാം തീയതി കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത്. കാസർഗോഡ് ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഒരു ജാഥയായുടെ ഉദ്ഘാടനമാണ് കാസർഗോഡ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചു കാസർഗോഡ് ആയിരിക്കും ഏറ്റവും വലിയ ജാഥയുടെ തുടക്കം. ഈ ജാഥയുമായി ബന്ധപ്പെട്ട പരിപാടി ഏറ്റവും ഗംഭീരം കാസർഗോട്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി കാസർഗോഡിനെ നിങ്ങൾ കവച്ച് വെച്ചിരിക്കുന്നു എന്ന്. ഇനി മറ്റ് ജില്ലകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച മാന്യ സുഹൃത്ത് ഞാൻ വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബാക്കി സീറ്റ് നമ്മൾ ആർക്ക് നൽകുമെന്നാണ്. 100 സീറ്റല്ല, 140 സീറ്റും നമ്മൾ തന്നെ പിടിച്ചെടുക്കും എന്ന കാര്യം അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് നമുക്ക് 2-3 മാസം എന്ത് വിളിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. ഈ എന്നെ നമ്മുടെ എല്ലാവരെയും അതിശയിപ്പിച്ച ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് UDF. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് മുമ്പായി നമ്മുടെ പ്രിയങ്കരനായ MLA KPCCയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നമ്മളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവ്. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഈ ജാഥയുടെ പുതുയുഗ യാത്രയുടെ നായകൻ ശ്രീ VD സതീശൻ, ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത നാം ഏവരുടെയും ബഹുമാന്യനായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ K സുധാകരൻ MP, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP, ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രസംഗിച്ച് നമുക്കൊരു സർട്ടിഫിക്കറ്റ് നൽകിയ എന്നെ നെല്ലിക്കുന്ന MLA, മറ്റ് UDF നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ ഇനി പ്രസംഗിക്കേണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്ക് മനസ്സിലാവും. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേൾക്കാൻ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിനൊരു മാറ്റം വരണം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടാണ് ലോകം കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഇന്നത്തെ ഭരണ നേതാക്കന്മാർ, ഭരണാധികാരികൾ ഭരിച്ച് മുടിച്ചിരിക്കുന്നു. നമുക്ക് സമസ്ത മേഖലയിലും ദുരിതങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് സമയമില്ല, മനസ്സില്ല. പേരാവൂരിന്റെ MLA എന്ന നിലയിൽ നമുക്കറിയാം, നമ്മൾ നടത്തിയ പ്രതിപക്ഷ നേതാവ് തന്നെ നേതൃത്വം നൽകിയ മലയോര യാത്രയുണ്ടായിരുന്നു. ആ മലയോര യാത്രയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വന്യമൃഗശല്യം അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു. സത്യത്തിൽ ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ നമ്മൾ നടത്തിയ ഒരു സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞ വാക്ക് ഞാൻ ഓർമ്മിക്കുകയാണ്. ആനയ്ക്കും കടുവയ്ക്കുമല്ല മയക്കുപടി ഏറ്റത് കേരളത്തിലെ വനം മന്ത്രിക്കാണ്. അതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ തിരുവനന്തപുരത്തായിരുന്ന സമയത്താണ് ഇരിട്ടിക്കടുത്ത് പോലും ആന എത്തിയിരിക്കുന്നു. ഇരിട്ടിക്കടുത്ത് പോലും ആന എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കശുവണ്ടി സീസണിലാണ് ആർലത്തെ 2 ദമ്പതിമാരെ വെള്ളിയും ലീലയും കശുവണ്ടി പെറുക്കാൻ പോയ ആളുകളെ കാട്ടാന ചവിട്ടിക്കൊന്നത്. വന്യമൃഗശല്യം ആന മാത്രമല്ല,
പന്നിയും കൊരങ്ങും കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. കൃഷിക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. യുവതി യുവാക്കൾക്ക് തൊഴിലില്ല, അവർക്ക് പഠിക്കാൻ കോളേജുകൾ തുറന്നു കിട്ടുന്നില്ല. അവിടെ അക്രമമാണ്, SFIയുടെ അക്രമമാണ്, വിലക്കയറ്റമാണ്. കൃഷിക്കാര് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ്. ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കണം. കേരളത്തിലൊരു മാറ്റം വരണം. അപ്പൊ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു, കേന്ദ്രവും കേരളവും 2 ബഡ്ജറ്റുകൾ പ്രഖ്യാപിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചു. കേരള ബഡ്ജറ്റിൽ പ്രതിപക്ഷ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളെ, പേരാവൂരും ഇരിക്കൂറും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളെ അവഗണിച്ചു. ഞങ്ങളോട് ധനകാര്യമന്ത്രി എന്നോടും സജീവ് ജോസഫിനോടുമെല്ലാം ആവശ്യപ്പെട്ടത് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 20 പ്രവൃത്തികൾ, ആവശ്യമുള്ള 20 പ്രവൃത്തികളുടെ ലിസ്റ്റ് കൊടുക്കാനാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ 20-ൽ നിൽക്കില്ല. 30 പദ്ധതികളുടെ പ്രധാനപ്പെട്ട റോഡ്, താലൂക്ക് ആസ്ഥാനത്തേക്കുള്ള ഇരിട്ടി ഉളിക്കൽ മാട്ര റോഡ്, കീഴ്പള്ളി റോഡ്, ഇതെല്ലാം ഉൾപ്പെടെ 20 പദ്ധതികളുടെ പേര് കൊടുത്തു. 30 പദ്ധതികളുടെ പേര് കൊടുത്തു. സോറി, അവസാനം ഗവൺമെന്റ് അതിൽ ഒരു പദ്ധതിക്ക് മാത്രമാണ് ഭരണാനുമതിക്കുള്ള പൈസ കിട്ടത്തക്ക രൂപത്തിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടുകൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇതിനൊരു മാറ്റമുണ്ടാക്കണം. പൊതുയുഗ യാത്രയുടെ സമാപ്തിയോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരമേൽക്കുമ്പോൾ പേരാവൂരിന്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ നമുക്ക് നിഷേധിക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് നമുക്ക് താലൂക്ക് കിട്ടിയത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് നമുക്ക് ഇരിട്ടി മുനിസിപ്പാലിറ്റി അനുവദിച്ചു കിട്ടിയത്. തലശ്ശേരി മുതൽ കൂട്ടുപുഴ വരെയുള്ള 7 പാലങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ് ആ അന്തർ സംസ്ഥാന പാതയെ നവീകരിച്ച് ഇന്നത്തെ രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കിയത്. മലയോര ഹൈവേ, കൊട്ടിയൂരിലേക്കുള്ള റോഡ്, കീഴ്പള്ളിയിലേക്കുള്ള റോഡ്, ഇതെല്ലാം അനുവദിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്. എങ്കിൽ പിണറായി സർക്കാർ നമ്മളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവഗണനയുള്ള പ്രതിഷേധം നമുക്ക് ആവശ്യമായ സമയത്ത് രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നിങ്ങളെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 3 മണിക്കൂർ കാത്തു നിന്നു, എങ്കിൽ പോലും ആരും പോയില്ല. ഗംഭീരമായി പ്രതിപക്ഷ നേതാവിനെ, UDF-ന്റെ നേതാക്കന്മാരെ എല്ലാവരെയും സ്വീകരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. നല്ല അച്ചടക്കത്തിലുള്ള പൊതുയോഗം. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പൊതുയുഗ യാത്രയ്ക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. ജയ് UDF, ജയ് ഭാരത്. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹാരാർപ്പണം പൊതുയോഗത്തിലെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് ഹാരാർപ്പണത്തിന് തയ്യാറായിട്ടുള്ള ആളുകൾ ഒരു സൈഡിൽ മാറി നിൽക്കണം എന്നുകൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ UDF ചെയർമാൻ ശ്രീ PK ജനാർദ്ദനൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം പ്രിയങ്കരനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ K സുധാകരൻ MP, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നായകനാവാൻ നിങ്ങളുടെ പേരാവൂർ സംഭാവന ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, പ്രിയങ്കരനായ UDF കൺവീനർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് MP, പ്രിയങ്കരനായ NA നെല്ലിക്കുന്ന് MLA ശ്രീ മാർട്ടിൻ ജോർജ്, ശ്രീമതി രമ്യ ഹരിദാസ്, ഷെമ മുഹമ്മദ്, PT മാത്യു, പ്രിയങ്കരനായ സോണി സെബാസ്റ്റ്യൻ, ശ്രീ കരീം ചേളേരി, പ്രിയങ്കരനായ സജീവ് ജോസഫ് MLA ഉൾപ്പെടെ വേദിയിൽ VA നാരായണൻ, സജീവ് മാറോളി ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കന്മാരെ, സദസ്സിലുള്ള എൻ്റെ പോരാളികളായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പോരാളികളെന്ന് വിളിച്ചത്?
നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധം നമ്മൾ ജയിച്ചേ മതിയാവും. വെറും വിജയമല്ല, ഉജ്ജ്വലമായ വിജയം. പ്ലീസ് പ്ലീസ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഒരു ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു പുതുയുഗത്തിന് തിരശീല ഉയർത്താനാണ് ഈ പുതുയുഗയാത്ര. നമ്മൾ ഈ ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിച്ചു, ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ നമ്മൾ അവതരിപ്പിച്ച കുറ്റപത്രം കൊണ്ട് ഈ സർക്കാരിനെ നമ്മൾ വിചാരണ ചെയ്തു. ഇനി നമ്മൾ വെറും പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ ഏറ്റുവാങ്ങി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണി കൂടിയാണ്. അപ്പോൾ ഇവരെവിടെയെല്ലാം പരാജയപ്പെട്ടു, അവിടെയെല്ലാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം. മാറ്റങ്ങൾ. ഇവരെ തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സമ്പദ് വ്യവസ്ഥ തകർന്നു കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞു. അതാണ് സ്ഥിതി. കേരളത്തിന്റെ ഖജനാവിന്റെ സ്ഥിതി വെറുതെ പ്രഖ്യാപനങ്ങളാണ്. 10,000 കോടി, 20,000 കോടി, 5 നയാ പൈസ കയ്യിലില്ല. അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇവര് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പോകുന്നത്. ഈ കേരള ചരിത്രത്തിൽ ഈ സംസ്ഥാനത്തിനുണ്ടാകാത്ത ഏറ്റവും വലിയ കടബാധ്യത സംസ്ഥാനം നിൽക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ കൈപിടിച്ച് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തും. അതാണ് നമ്മുടെ വെല്ലുവിളി. അതിന് നമുക്ക് പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. കേരളത്തിലെ ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യാനുള്ള സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. തകർത്തു തരിപ്പണമാക്കിയതിനെ രക്ഷിക്കാൻ നികുതി പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ, നികുതി ഭരണം ഉൾപ്പെടെ പുനഃസംഘടിപ്പിച്ച് മാറ്റങ്ങളിലേക്കാണ് കേരളം പോകുന്നത്. ഖജനാവ് നിറയ്ക്കും. നമ്മൾ ഖജനാവ് നിറച്ചിട്ടാണ് ക്ഷേമ പരിപാടികളും വികസന പരിപാടികളും നടത്തുന്നത്. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും റെഫറൻസ് കൊടുക്കും മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ രോഗിക്ക്. ഇപ്പൊ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും തിരിച്ചാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ പറയും താലൂക്ക് ആശുപത്രിയെ കൊണ്ട് കാണിക്കാൻ റിവേഴ്സ് റെഫറൻസ് ആണ്. ആ സ്ഥിതിയാണ് കേരളത്തിൽ. ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കൈപിടിച്ചെണീപ്പിച്ച് ആരോഗ്യവതിയായി നമ്മൾ കേരളത്തിലൂടെ നടത്തും. ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സിക്കാൻ വരുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കും ആരോഗ്യ കാര്യത്തിൽ കേരളത്തെ. അതിനായി നമ്മളൊരു ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചു. ലോകത്തെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന 100-ലധികം ഡോക്ടർമാരുടെ സേവനമാണ്. ഗവേഷണ തുല്യമായ പ്രവർത്തനം നടത്തി അടുത്ത ദിവസം കോഴിക്കോട് വെച്ച് ഈ യാത്രക്കിടയിൽ നമ്മൾ ആ പദ്ധതി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആരോഗ്യ രംഗത്തെ വിഷൻ ഡോക്യുമെന്റ്. നിങ്ങൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാവരും വീട് പണയപ്പെടുത്തി 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി പഠിക്കാൻ ഇവിടെ പ്രോഗ്രാം ഇല്ലാതെ പ്രോഗ്രാമിന് പോവുകയാണ്. കോഴ്സ് എന്നല്ല, പ്രോഗ്രാം എന്നാണ് ഇപ്പൊ പറയുന്നത്. ജർമ്മനിയിൽ, ബ്രിട്ടനിൽ, ഓസ്ട്രേലിയയിൽ, കാനഡയിൽ എല്ലായിടത്തും പോവുകയാണ്. ഞാൻ നിങ്ങളോട് വാക്ക് തരുന്നു, UDF വരുമ്പോൾ ഈ ലോകരാജ്യങ്ങളിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾ പഠിക്കും. അവര് പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമഗ്രമായ ഒരു തൊഴിൽ പദ്ധതി
ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിന്റെ നികുതി ഘടന, നികുതി വരുമാനം വർദ്ധിക്കും. കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. ഗൾഫിൽ നിന്ന് റെമിറ്റൻസ് അയക്കുന്ന ആളുകളുടെ ഒരു 5% മതി നമുക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. നമ്മളത് ചെയ്യും. ഗവേഷണ തുല്യമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലമായി നടത്തുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളായ വിദഗ്ധരുടെ സേവനം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ്. കാർഷിക മേഖലയിൽ സമഗ്രമായ പാക്കേജാണ്. നിങ്ങളുടെ MLA പ്രിയങ്കരനായ സണ്ണി ജോസഫ് ഈ 5 വർഷക്കാലം 10-ലധികം പ്രാവശ്യമാണ് വന്യജീവി ആക്രമണത്തെക്കുറിച്ച് സഭയിൽ പറഞ്ഞത്. ഞങ്ങൾ മലയോര സമരയാത്ര നടത്തി. വന്യമൃഗങ്ങൾക്ക് മുമ്പിലേക്ക് ഈ വിധിക്ക് കർഷകരെ വിട്ടുകൊടുക്കാൻ UDF തയ്യാറല്ല. സമരയാത്രയിൽ ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് പാലിക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായ മാർഗങ്ങളിലൂടെ വന്യജീവി ശല്യം തടയാനുള്ള പരിപാടിയോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് വരെ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ ചെയ്യുന്ന വന്യജീവികളെ തടയാനും തിരിച്ചോടിക്കാനുമുള്ള പദ്ധതികൾ ഈ കേരളത്തിലുണ്ടാകും. നിങ്ങളെ വിധിക്ക് വിടില്ല കർഷകരെ. കർഷകർക്ക് അവരെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കൊടുക്കും. അതിനൊരു മാനദണ്ഡമുണ്ട്. എന്താ മാനദണ്ഡം? MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. അതായത് കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ചെലവ് എത്രയാണ് കണക്കാക്കുക, പ്ലസ് 50% വർധനവ്. അതാണ് MSP, അതാണ് താങ്ങുവില, അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. കർഷകരും അടുത്ത തലമുറയും അതിൽ നിന്ന് വിട്ടുപോകാതെ കാർഷിക മേഖലയിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ സമഗ്രമായ പാക്കേജ്. ഇവിടെ എന്താ 120 രൂപ റബ്ബറിനുണ്ടായപ്പോഴാണ് ഉമ്മൻചാണ്ടി 150-ഉം 160 രൂപയും ആക്കി താങ്ങുവില പ്രഖ്യാപിച്ചത്. ഇവര് ആ താങ്ങുവിലയുടെ കൂടുമ്പോഴേ ഇവർ പ്രഖ്യാപിക്കുള്ളൂ. ഇപ്പൊ 205 ആയപ്പോഴാണ് 200 പ്രഖ്യാപിച്ചു. അപ്പൊ ആരും ചോദിക്കാൻ പോകില്ലല്ലോ. അപ്പൊ പൈസ അലോട്ട് ചെയ്തെന്ന് മാത്രം മതി. ഒരു കർഷകനും ഏതെങ്കിലും റബ്ബർ കർഷകൻ ഇവരുടെ കാശ് മേടിക്കാൻ പോകാറുണ്ടോ? കാരണം റബ്ബറിന്റെ മാർക്കറ്റ് വിലയേക്കാൾ താഴെയാണ് ഇവരുടെ താങ്ങുവില. കളിയാക്കിയാണ് റബ്ബർ കർഷകരെ, കളിയാക്കിയാണ്, പരിഹസിക്കുകയാണ് ഈ ഗവൺമെന്റ്. 250 രൂപ ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നത് അല്ലേ? എന്നിട്ട് ആക്കിയോ ഇതുവരെ? മറ്റേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പറ്റിച്ചു. 2021 പറഞ്ഞു 1600 രൂപയിൽ നിന്ന് ഞങ്ങൾ 2500 രൂപയാക്കും. 4.25 കൊല്ലം ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഇലക്ഷന്റെ തലേ ആഴ്ച പറഞ്ഞു 400 രൂപ കൂട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആളുകളെ, കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ പരീക്ഷിക്കരുത്. നിങ്ങൾ ഇലക്ഷന്റെ തലയാഴ്ച കൊണ്ട് ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്യുമെന്ന് കരുതരുത്. പറഞ്ഞ പോലെ സംഭവിച്ചു. അവർ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അതാണ് നമ്മുടെ മണിസഖാവ് ഇടുക്കിയിൽ നിന്ന് പറഞ്ഞത്. അവന്മാര് വൃത്തികെട്ടവന്മാർ, അവന്മാര് നമ്മുടെ കാശ് മേടിച്ചിട്ട് അവർ UDF വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതിലൊരു കാര്യമുണ്ട്, അവർക്കറിയാം ഈ 2 മാസം ഇവര് കാശ് തരുള്ളൂ. അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണെന്ന് അറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്കുണ്ട്. അവരെ ഒന്ന് കബളിപ്പിക്കാൻ വരണ്ട. നിങ്ങളുടെ എല്ലാം 10 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചാൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്താണ് തീരപ്രദേശത്ത് സ്വാരട്ട 12,000 കോടി രൂപയുടെ പരിപാടി പാക്കേജ്? ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. കാസർഗോഡ് 5000 കോടി, ഇടുക്കിയിൽ 7000 കോടി, വയനാട് 5000 കോടി. ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ 1 രൂപയും ചെലവാക്കിയിട്ടില്ല ഒരു സ്ഥലത്ത്. പ്രഖ്യാപിക്കുക. ഞാൻ ധനകാര്യമന്ത്രിയോട് ചോദിച്ച്, എന്തിനാ വെറുതെ 7000 പ്രഖ്യാപിക്കുന്നത്? ഒരു 70,000 കോടി പ്രഖ്യാപിക്കുക. പ്രഖ്യാപനം മാത്രമല്ലല്ലോ, ചെലവാക്കുന്നില്ലല്ലോ. ഇതാണ് ഇവരുടെ സമീപനം, ആളുകളെ കബളിപ്പിക്കുക. എന്നിട്ട് ഇപ്പൊ എന്താ പരിപാടി? ഞാൻ കണ്ണൂരിൽ വന്നപ്പോ ഞെട്ടിപ്പോയി. പയ്യന്നൂരിൽ ഇറങ്ങിയപ്പോ ഇപ്പൊ CPM-ന് ഒരു രക്തസാക്ഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി അടിക്കുന്ന പോലെ. ലോട്ടറി അടിക്കുമ്പോൾ ആളുകൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെയാണ് രക്തസാക്ഷി. പിന്നെ അവന്റെ പേരിൽ ഒടുക്കത്തെ പിരിവാണ്.
ആ കാശ് അടിച്ചു മാറ്റല്ല. അതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. പയ്യന്നൂരിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിച്ച് പണം കട്ടെടുത്തു എന്ന് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് വിളിച്ചു പറഞ്ഞു, കുഞ്ഞികൃഷ്ണൻ. അയാളെ പുറത്താക്കി. എടാ, അയ്യപ്പന്റെ ശബരിമലയിലെ സ്വർണം കവർന്നെടുത്തതിന് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. അവന്മാർക്കെതിരെ നടപടിയില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത CPM നേതാക്കൾക്കെതിരെ നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തെന്ന് ആക്ഷേപം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെതിരായി നടപടി. എന്തൊരു വൈരുദ്ധ്യമാണ്! ഇതാണ് CPM-ന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. അപ്പൊ മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷോട് ചോദിച്ചാൽ മതി, കുറെ കൂടെ കൺഫ്യൂഷൻ ആക്കി തരും, കുറച്ചുകൂടി കൺഫ്യൂഷൻ ആക്കി തരും. ചോദിച്ചു കഴിഞ്ഞാൽ നാണമുണ്ടോ പാർട്ടിക്ക്? അവിടെ മാത്രമല്ല, കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഭിമന്യുവിനെ കൊന്നു, അതിന്റെ പണം അടിച്ചു മാറ്റി ആ പാവപ്പെട്ട വീട്ടിൽ കുറച്ച് പൈസ കൊടുത്തുള്ളൂ. തിരുവനന്തപുരത്ത് വിഷ്ണുവിനെ, CPM-കാരനെ ആരാ കൊന്നത്? സംഘപരിവാർ. അപ്പൊ തുടങ്ങി പിരിവ്. ആ കുടുംബത്തെയും പറ്റിച്ചു. ഞാൻ 5-ാം തീയതി പുതുയുഗ യാത്ര തുടങ്ങാൻ കാസർഗോഡേക്ക് തിരിക്കുന്ന അന്ന് രക്തസാക്ഷിയായ, CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം നേരെ കോൺഗ്രസ് ചേർന്നു. രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ CPM അധപ്പതിച്ചിരിക്കുന്നു. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന പ്രതികൾ ജയിലിലാണെന്ന് വെറുതെ പറയാ. ഞങ്ങൾ പരോളിന്റെ കണക്ക് നോക്കിയപ്പോ 1000 ദിവസത്തിലധികം ഇവര് പുറത്താണ്. 3 കൊല്ലത്തിനകം പരോള് കൊടുക്കേണ്ടത് ഒന്നുകിൽ ബന്ധുക്കൾ മരിക്കണം, അല്ലെങ്കിൽ ബന്ധുക്കൾ സീരിയസ് ആവണം. 1000 ദിവസം ഇവന്മാരുടെ ബന്ധുക്കൾ മരിച്ചോ, അല്ലെങ്കിൽ ബന്ധുക്കൾ സീരിയസ് ആയോ? പുറത്താണ്. ഇനി അകത്താണെങ്കിൽ അതിനേക്കാൾ സുഖമാണ്. ഞാൻ കേട്ടിട്ട് ഞെട്ടി. iPhone-ന്റെ 17 ആണ് ഏറ്റവും ലേറ്റസ്റ്റ്. അതാണ് അവന്മാരുടെ കയ്യിലിരിക്കുന്നത്. അത് 18 ആയാൽ അപ്പൊ തന്നെ അവന്മാർ പറയും ജില്ലാ കമ്മിറ്റിയോട് ഇപ്പൊ വേണമെന്ന് പറയും. ജില്ലാ കമ്മിറ്റി അത് മാറ്റി അപ്പൊ 18 കൊണ്ടേ കൊടുക്കും. ഭക്ഷണം അവര് പറയും തലേ ദിവസം രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലാതെ ജയിലിലെ ചപ്പാത്തി ഒന്നും അല്ല കഴിക്കുന്നവര്. ഉച്ചയ്ക്ക് ചൈനീസ് ഫുഡ്, രാത്രി തണ്ടൂരി ചിക്കൻ, പിന്നെ മറ്റേ സാധനം തലേ ആഴ്ച പറയും ഏത് ബ്രാൻഡാണെന്ന്, അതുകൊണ്ട് മേടിച്ചു കൊടുക്കുക. എന്താണെന്നറിയോ? ഇവന്മാർക്ക് പേടിയാണ്. അവരെ ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അവരത് പുറത്തു പറയും എന്ന് പറഞ്ഞ് എപ്പോഴും പേടിപ്പിക്കും. എന്നിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്, വെറുതെ അല്ല കൊണ്ടേ കൊടുക്കുന്നത്. അതങ്ങാൻ പുറത്തു പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റുകാരിൽ നടക്കുന്ന പലരും നേരെ അകത്തോട്ട് പോകും, ജയിലിലേക്ക്. പിന്നെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പുതിയ സാങ്കേതിക വിദ്യ കേരളം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ഞാൻ എവിടെ നോക്കിയിട്ടും പുതിയ സാങ്കേതിക വിദ്യ എവിടെയാണ് കേരളത്തിൽ ഉപയോഗിച്ചതെന്ന് ഒരു പിടിയും കിട്ടില്ല. കഴിഞ്ഞ മാസമാണ് മനസ്സിലായത്. ജയിലിൽ കിടക്കുന്നവൻ പരോള് കിട്ടാൻ വേണ്ടി ഒരു DIGക്ക് ഗൂഗിൾ പേയിൽ കൈക്കൂലി അയക്കണം. അപ്പൊ മനസ്സിലായില്ലേ? ഗൂഗിൾ പേയിൽ കൈക്കൂലി മാറ്റി കൈക്കൂലി ഗൂഗിൾ പേയിൽ അയക്കാം എന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതാണ് പിണറായി വിജയൻ സർക്കാർ. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഈ ജയിലിൽ കിടക്കണവന്റെ കയ്യിൽ എവിടെ നിന്നാണ്? ഗൂഗിൾ പേയിൽ കൈക്കൂലി അയക്കാണ് DIGക്ക്. എന്നിട്ട് DIGയെ പുറത്തു വന്നപ്പോൾ സസ്പെൻഡ് ചെയ്തെന്ന് പറയാ. എന്താ നടക്കുന്നത്? കേരളത്തിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്, ഗുണ്ടകൾ പുറത്താണ്, മയക്കുമരുന്ന് മാഫിയയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ നിയമസഭയെ പറയും എപ്പോഴും. അപ്പൊ പറയും 10,000 പേർക്കെതിരായി കേസെടുത്തു. കേസെടുക്കുന്ന ആർക്കെതിരെ? ഈ വലിക്കണ പിള്ളേർക്കെതിരെ. എന്നിട്ട് അവരെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, 3 മണിക്കൂർ നിർത്തും, എന്നിട്ട് കേസെടുത്ത് ജാമ്യത്തിൽ വിടും. അവർ പുറത്തു വന്ന് ആ 3 മണിക്കൂറും കൂടി വലിക്കാൻ പറ്റില്ലല്ലോ, അതും കൂടി പുറത്തു വന്നിട്ട് വലിക്കും. ഇവരിതിന്റെ ഉറവിടം അന്വേഷിക്കുന്നില്ല. എവിടെ നിന്ന് വരുന്നു, ഏത് വഴിക്ക് വരുന്നു? കേരളത്തെ ചെറുപ്പത്തിനെ, യുവത്വത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ക്രിമിനലുകളുടെ സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. എവിടെയാണ് ഇവർ? എവിടെയാണ് ഇവരുടെ? മനുഷ്യൻ ബുദ്ധിമുട്ടുമ്പോഴാണ്, നമ്മൾ പ്രയാസപ്പെടുമ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടായോ? അങ്ങനെ ഒരു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 11 മാസമായി ആർക്കും വിട്ടുകൊടുക്കൂല പിണറായി വിജയൻ 1ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ളത് ഇവിടെ തന്നെ. ഞാൻ എല്ലാ മാസവും നോക്കും, മാറിയോ? 2ാം സ്ഥാനമായ. ഒന്നിലും ഇടപെടില്ല, മാർക്കറ്റിൽ ഇടപെടില്ല. മാവേലി സ്റ്റോറിൽ വല്ലതുകൊണ്ടോ? ഒന്നുമില്ല. LCT ബോർഡ് നമ്മൾ ലാഭത്തിലാക്കി ഉമ്മൻചാണ്ടി സർക്കാർ. 22 പൈസ കുറച്ചു കൊടുത്തു. 10 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ LCT ബോർഡിന്റെ സ്ഥിതി എന്താണെന്നറിയാമോ? 50,000 കോടി കടം. അത്രേ ആക്കിയില്ല, അത്രേ പറ്റിയുള്ളൂ.
മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി, സപ്ലൈകോ പോയി, വാട്ടർ അതോറിറ്റി പോയി, എല്ലാം കടമാണ്. 7 ക്ഷേമനിധികൾ തകർന്നു. അത്രയൊക്കെ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ 10 കൊല്ലം കൊണ്ട്. മനസ്സിലായേ? കേരളത്തിൽ എല്ലായിടത്തും കടമെടുക്കുകയാണ്, കടത്തോട് കടമാണ്. കോപ്പറേറ്റീവ് ബാങ്കുകൾ തകരുകയാണ്. അതിൻ്റെ ഇടയിൽ പോയിട്ട് അവിടെ നിന്ന് 10,000 കോടി കടമെടുക്കുകയാണ്. എവിടേക്കാണ് കേരളം കൊണ്ടുപോയത് ഇവർ? എവിടേക്കാണ് കേരളത്തെ തകർത്തെടുത്തത്? തകർത്തു തരിപ്പണമാക്കി. എന്നിട്ടിപ്പോ പുതിയ പരിപാടിയാണ് സംഘപരിവാറിന്. നമുക്കറിയാലോ, BJP ഏത് സംസ്ഥാനത്ത് ചെന്നാലും നേരെ ചെന്ന് ആരെങ്കിലും ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരെ തമ്മിലടിപ്പിക്കും, 2 മതങ്ങളെ തമ്മിലടിപ്പിക്കും. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ജയിക്കാൻ നോക്കും. അത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പണ്ട് പോലെ കാണുന്നതാണ് അവരുടെ പണി. അതാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ടും ചെയ്തത് അത് തന്നെയാണ്. എടാ, ഇപ്പൊ CPM അതേ പാതയിലാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 35 ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു, പിണറായി വിജയന്റെ. അന്ന് ന്യൂനപക്ഷമാണ്. ഗാസയിലെ കുട്ടികൾ, പാലസ്തീനിലെ പ്രശ്നം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷത്തിന് മനസ്സിലായത് തട്ടിപ്പാണെന്ന്. അവർ വോട്ട് ചെയ്തില്ല. നേരെ പ്ലേറ്റ് മാറ്റി പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നേരെ ഡൽഹിയിൽ പോയി പിണറായി വിജയൻ മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ കൊടുത്തു. പിന്നെ AK ബാലൻ വരുന്നു, സജി ചെറിയാൻ വരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പിണറായി പൊന്നാട എണീക്കുന്ന ചിലരെ കൊണ്ടൊക്കെ വർഗീയ പ്രസംഗം നടത്തുക. എല്ലാവരും കൂടി വർഗീയതയാണ്. അപ്പൊ സംഘപരിവാറിന്റെ അതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ആരാ? കേരളത്തിലെ CPM സഞ്ചരിക്കുന്ന അതേ പാതയിലാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ ബാവ ഡൽഹിയിൽ, അനിയൻ ബാവ തിരുവനന്തപുരത്ത്, രണ്ടുപേരും ഇരട്ട ചങ്കാണെന്നാണ് പറയുന്നത്. പക്ഷേ നരേന്ദ്രമോദി അമിത്ഷായും കാണുമ്പോൾ ഇരട്ട ചങ്ക അപ്രത്യക്ഷമാവും. എന്നിട്ട് അവർ പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നാട്ടുകാരെ പറ്റിക്കും, മതേതരത്വം പറഞ്ഞു. പക്ഷേ UDFനൊരു നിലപാടുണ്ട്. എന്താ? ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും, ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ എതിർക്കും, ശക്തിയായി എതിർക്കും. നോ കോംപ്രമൈസ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പാരമ്യത്തിൽ നിൽക്കുമ്പോഴും 4 വോട്ട് കിട്ടാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കില്ല. അത് വാക്കാ UDFന്റെ. എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിൽ ഓർമ്മയിലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാവും അപ്പോഴും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ജീവിക്കുന്ന ഈ കേരളത്തിൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല. അതിൽ കോംപ്രമൈസ് ഇല്ല. അതാണ് UDFന്റെ വാക്ക്. മതേതര നിലപാട്, ശക്തിയായ നിലപാട്. കേരളത്തെ തകർക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കില്ല, ഒരു ശക്തിയെയും. ആ നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോകും. കേരളത്തെ രക്ഷിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചേ പറഞ്ഞുള്ളൂ, 4-ൽ 1 പോലും പറഞ്ഞില്ല. കുറേ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന സ്വപ്നതുല്യമായ പദ്ധതികൾ സസ്പെൻസിൽ നിർത്തിയേക്കാം, പിന്നെ പറയാം. യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എന്താണ് UDF സർക്കാർ വന്നാൽ കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ രൂപമാവും. കേരള ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത അത്രയും വലിയ ആത്മവിശ്വാസത്തോടെയും കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് UDF പോകുന്നത്. ഇത് പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു 100-ലധികം സീറ്റുമായി. വെറും UDF അല്ല, ടീം UDF തിളക്കമാർന്ന വിജയത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. വലിയ ഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷം പേരാവൂര്. അതാണ് നിങ്ങളോട് പറയുന്നത്, ചരിത്ര ഭൂരിപക്ഷം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ പേരാവൂരിൽ ഉണ്ടാകണം. എന്നാലേ ഞാൻ വരുള്ളൂ പേരാവൂരിലേക്ക്. എൻ്റെ ഒറ്റ കാര്യമുള്ളൂ, വീണ്ടും 3ാമത്തെ പ്രാവശ്യം. ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്നു മുതൽ